Hello, greetings and welcome to E3 Generation. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലൈവിൽ ഒരു കാർഡ് കാണിച്ചു തന്നല്ലോ. എല്ലാവരും ഈ കാർഡ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു സീക്രട്ട് പ്ലേസ് ആണ്. അതിൽ നമ്മളുടെ ഒരു വ്യൂവർ ചോദിച്ചു ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന്. അതെ, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോറസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ മുകളിൽ വന്നപ്പോഴേക്കും പെട്ടെന്ന് ഒരു മഴ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ സൈഡിലിങ്ങനെ മാറി നിൽക്കുകയാണ് മഴ മാറാൻ വേണ്ടിയിട്ട്. മഴ മാറി ഓൾമോസ്റ്റ് നല്ലപോലെ കുറഞ്ഞു. പിന്നെ നമ്മളുടെ ഒരു സോളോ ട്രാവലർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ചാനൽ പേഴ്സൺ, പുള്ളി വയനാട്ടിലെല്ലാം മലകളുടെ മുകളിലും പോയി ടെൻ്റ് അടിച്ചൊക്കെ ജീവിക്കും. ആ പുള്ളി കണ്ടിട്ട് ചോദിച്ചു ഇതെവിടെ സ്ഥലം, എനിക്കിവിടെ ഒന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, ഞാനൊരു വീഡിയോ ഇടാം അതിനെപ്പറ്റി. അത് കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യൂ നിങ്ങൾ വരണോ, ക്യാമ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു നല്ല കാടാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ ഒരു കൊടും കാടാണ്, കണ്ടോ. കാറ്റുണ്ട് കേട്ടോ. മഴ കഴിഞ്ഞിട്ട് നല്ല കാറ്റുണ്ട്. എനിക്ക് ക്യാമറ പിടിച്ചിട്ട് ക്യാമറ ആടി പോവുകയാണ്. വീട്ടിൽ നിന്ന് താഴെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇവിടെ എത്തിയത്, ഇവിടേക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ മഴ കണ്ടപ്പോൾ എല്ലാവരും മടി പിടിച്ച് താഴേക്ക് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. മഴ ഒന്ന് ശരിക്കും കുറഞ്ഞില്ലെങ്കിൽ ക്യാമറയിൽ വെള്ളം വീഴുമല്ലോ. അതിൻ്റെ സ്പെക്സിലൊക്കെ വെള്ളം വീണിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടോ ഞാനിവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോൾ ലൈവിൽ ഞാൻ ഈ സ്ഥലം കാണിച്ചപ്പോൾ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇതൊരു സീക്രട്ട് പ്ലേസ് ആണ്, ഞാനിത് റിവീൽ ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ചോദിച്ച പോലെ ഇതൊരു ജംഗിളാണല്ലോ. യെസ്, ജംഗിളാണ്. ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതൊരു കാടാണ്. എന്നാൽ ഞാൻ ജീവിക്കുന്നത് ഏത് കാട്ടിലാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ജംഗിളിലാണോ അതോ മറ്റേതെങ്കിലും ജംഗിളിലാണോ എന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ജംഗിൾ ഇതിൻ്റെ പുറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ ജംഗിളിൻ്റെ പുറകിൽ നിന്ന് എൻ്റെ ജംഗിൾ സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, അവിടെ കാണാവോ കുറേ ബിൽഡിങ്സ് കണ്ടോ. ഇവിടെ നമ്മളുടെ വീടിൻ്റെ ഇത് കാരണം എനിക്ക് പുറകോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. നല്ല ക്ലൗഡ്സ് ഉണ്ട് കേട്ടോ. മഴ മിക്കവാറും പോകാൻ തോന്നുന്നു. ക്ലൗഡ്സ് നല്ല മൂവായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏരിയയിലാണ് ആ ക്ലൗഡ്സ് മൂവ് ആവണല്ലേ. ആ സൈഡിലാണ് മാർത്തള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഫ്ലൈ ഓവറും ട്രാഫിക്കൊക്കെ കാണിക്കില്ലേ. കണ്ടോ, നിറച്ച് ബിൽഡിങ്സ് ആണ്. എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം കാണുന്നുണ്ടോ? അതൊക്കെ ആ സൈഡൊക്കെ HAL ഏരിയ ആണ് കേട്ടോ. ഓൾഡ് എയർപോർട്ട് റോഡ് എന്ന് പറയും. കണ്ടോ, ബിൽഡിങ്സ് കണ്ടോ അങ്ങ് ദൂരെ. അതൊക്കെ മാർത്തള്ളി ഫ്ലൈ ഓവറിൻ്റെ സൈഡാണ് കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾക്ക് മരം എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അവിടെയൊക്കെ നിറച്ച് ബിൽഡിങ്ങുകളല്ലേ. നമുക്ക് മഴ കാരണം നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല കേട്ടോ. അവിടുന്ന് മഴയുടെ വെള്ളത്തിൻ്റെ സൗണ്ടാണത്. ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ എയർപോർട്ട് ഏരിയ എന്ന് പറയും. പഴയ ഓൾഡ് എയർപോർട്ട് റോഡാണ് കേട്ടോ അത്. അവിടേക്ക് നമുക്ക് ഒരു കാലിൽ വെക്കാൻ ഉള്ള സ്ഥലം ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഫുൾ ബിൽഡിങ്സ് ആണ് എല്ലായിടത്തും. കണ്ടോ, ബിൽഡിങ് നിറഞ്ഞു നിൽക്കുക എല്ലായിടത്തും. കണ്ടോ, ഈ ജംഗിളിന് ചുറ്റുമുള്ള കോൺക്രീറ്റ് ജംഗിളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പം ഞാൻ എവിടെ താമസിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഈ ജംഗിളിനകത്താണോ അതോ
കോൺക്രീറ്റ് ജംഗിളിനകത്താണോ? ബാംഗ്ലൂരിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടത്തില്ല കേട്ടോ. ഇങ്ങനെ ഇത്രയും കാട് പിടിച്ചിരിക്കുന്ന സ്ഥലം കിട്ടത്തില്ല. കോടികളുടെ വിലയാണ് ഇതിനൊക്കെ. പക്ഷെ അതായത് ഫാമിലിയുടെ എന്തോ ഇഷ്യൂസ് ഉണ്ട്, എന്തോ ഡിസ്പ്യൂട്ട് എല്ലാം ഉണ്ട്, അതിങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ അവരതിൽ യൂക്കാലിപ്റ്റസ് വെച്ച് വെട്ടിയൊക്കെ വിൽക്കുകയോ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അതും നടക്കുന്നില്ല. അപ്പം യൂക്കാലിപ്റ്റസ് ഒക്കെ നല്ല വളർന്ന് കാട് പിടിച്ച് കിടക്കുക. പിന്നെ ഇതുപോലെ മഴയൊക്കെ വരുമ്പോൾ മരം ഒന്ന് നനയുമല്ലോ. നനയുമ്പോൾ ആ കാറ്റിന് നല്ല യൂക്കാലിപ്റ്റസിൻ്റെ മണമാണ്. എൻജോയ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ യൂക്കാലിപ്റ്റസിൻ്റെ മണം. അപ്പോൾ മഴ കുറഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയും ഈ വലിയ കെട്ടിടങ്ങളുടെ ഇടയ്ക്കാണ് ഈ ഒരു ചെറിയ സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. പിന്നെ ഈ സ്ഥലം എങ്ങനെ ഇവിടെ ഒരു കാടായി എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനെന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. നമ്മൾക്കത് ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒത്തിരി മെമ്പേഴ്സുള്ള വലിയൊരു ഫാമിലിയുടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ ഡിസ്പ്യൂട്ടിനൊക്കെ എല്ലാവരും കൂടെ ഒത്തുചേരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ആദ്യമൊക്കെ കുറച്ച് പേര് ഇവിടെ യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങളൊക്കെ പിടിപ്പിച്ച് അത് വെട്ടിയൊക്കെ വിൽക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒന്നും വെട്ടുന്നതും കാണുന്നില്ല. ഒരു 5 years ഒക്കെ കഴിഞ്ഞ് ഈ മരങ്ങൾ 7 years ആയെന്ന് തോന്നുന്നു. മരങ്ങളൊന്നും ആരും വെട്ടുന്നുമില്ല. ഇതിങ്ങനെ കാട് പിടിച്ച് വരുവാണ് കേട്ടോ. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ആയതിനു ശേഷം ഇതേതെങ്കിലും ഒരു ബിൽഡറിൻ്റെ കയ്യിൽ ചെന്നാൽ തീർന്നു. ഈ മരങ്ങളുടെയൊക്കെ ജീവൻ പോകും. നമ്മൾക്ക് ഫ്രഷ് എയർ കിട്ടുന്നതും നിൽക്കും. പക്ഷെ ഇതൊന്നും പോവരുത്. നമ്മൾക്ക് എന്തും ഇങ്ങനെ ഇത് ഫ്രഷ് എയർ തന്നുകൊണ്ടിരിക്കണം എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. വല്ലവൻ്റെ കയ്യിലിരിക്കുന്ന സാധനമല്ലേ. കിട്ടുന്നിടത്തോളം എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒത്തിരി കിളികളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ആയാലും ഒക്കെ കിളികളുടെ സൗണ്ട് കേൾക്കാം. ഒരു 4 മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിറച്ച് ബട്ടർഫ്ലൈസിനെ കാണാം. പലതരം ബട്ടർഫ്ലൈസ്. ഒരു 4 മണിയൊക്കെ ആവണം. അതിനുശേഷം കിളികളൊക്കെ ആയിരിക്കും. പണ്ടെങ്ങനെയോ ഇവിടെ 2 മയിൽ വന്ന് പെട്ടു. ആരെങ്കിലും കൊണ്ടുവന്നിട്ടതാണോ അതുങ്ങൾ തനിയെത്തിയതാണോ എന്നറിയത്തില്ല. പക്ഷേ പട്ടികൾ അവരിവിടെ ജീവിക്കാൻ വിട്ടില്ല. അപ്പോൾ മയിലുകൾ പുല്ല് ഒഴിച്ചുകൊണ്ട് വരുമ്പോഴേക്കും പട്ടികൾ ഇവിടെ കിടന്ന് ബഹളം വെച്ച് അവസാനം അതുങ്ങൾ എവിടെയോ ഓടിപ്പോയി. 1 മാസത്തോളം അതുങ്ങൾ ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഉടനെ ഞാനിവിടെ വന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. ആരോ കൊണ്ടുവന്നിട്ട് മയിലുകളാന്ന് തോന്നുന്നു. ഇവിടെ പുല്ല് തന്നെ ഇങ്ങനെ മേഞ്ഞ് നടക്കുമായിരുന്നു 2 എണ്ണം. പക്ഷെ ഇവിടെ പട്ടികൾ സമ്മതിക്കില്ല. അതുങ്ങൾ കാണുമ്പോഴേക്കും ബഹളം. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ പട്ടിയില്ല. പക്ഷെ അത് എവിടെ നിന്ന് എത്തും എന്നറിയില്ല. മയിൽ പുറത്തിറങ്ങുമ്പോൾ മയിലപ്പോൾ ചാടി മരത്തിൻ്റെ ഏതെങ്കിലും മുകളിൽ കയറും. അങ്ങനെ ഒരു മാസത്തിൽ കൂടുതൽ അതുങ്ങൾ ഇവിടെ മേഞ്ഞ് നടന്നു. പിന്നെ ഇവിടുന്ന് അവർ പോയി. അവരിവിടെ കാണുന്നില്ല പിന്നെ. പക്ഷെ ഇതിനകത്ത് പാമ്പുണ്ട് കേട്ടോ. പാമ്പുണ്ട്, പലരും കണ്ടിട്ടുമുണ്ട്. കാട് ഇവിടെ ഉള്ളിടത്തോളം നമ്മൾക്ക് സന്തോഷമാണ് കേട്ടോ. എന്ത് സുഖമാണെന്ന് അറിയാം ഇപ്പോൾ ഇവിടെ നിൽക്കാൻ. മഴയും കൂടി ഉള്ളതുകൊണ്ട്. മഴ ഉണ്ട്. 10 minutes മഴ വന്നു, മഴ പോയി. എന്താ ചെയ്യണ്ടേ? വിട്ടിട്ട് പോകാനും തോന്നുന്നില്ല. നല്ല സുഖം മഴ വന്നപ്പോൾ. ഞാനിപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ കണ്ടോ, മഴ മാറുമ്പോൾ നമുക്ക് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ. നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോൾ നിൽക്കത്തില്ല. നല്ല തണുത്ത മഴയും കാറ്റും അതുപോലെ ഉണ്ട്. ഇപ്പം നല്ല സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് കാണാനായിട്ട്.